പത്തനംതിട്ട ജില്ലയിലെ മഴക്കെടുതി ബാധിത പ്രദേശങ്ങൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നാളെ സന്ദർശിക്കും. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ ആറന്മുളയിലെത്തുന്ന മുഖ്യമന്ത്രി റാന്നി ഉൾപ്പെടെയുള്ള മേഖലകൾ സന്ദർശിക്കും. വിവരങ്ങളുമായി ദേവൻ എം.പി. ചേരുകയാണ്. ദേവൻ, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ പ്രകൃതി ദുരന്ത മേഖലകളിൽ മുഖ്യമന്ത്രി എത്തിയില്ല, ഏകോപനം ഉണ്ടായില്ല എന്ന വിഷയങ്ങളൊക്കെ നിലനിൽക്കവേ തന്നെ നാളെ പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രി എത്തുകയാണ്. തീർച്ചയായും ലിമിഷ, നാളെ മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പത്തനംതിട്ട ജില്ലയിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ ദുരിത ബാധിത മേഖലകളായിട്ടുള്ള റാന്നിയിലും ആറന്മുളയിലും പ്രത്യേകം സന്ദർശനം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അവിടെ നേരിട്ടെത്തുന്ന മുഖ്യമന്ത്രി ദുരിതബാധിതരുമായി നേരിട്ട് സംസാരിക്കും. അവരിൽ നിന്നും അവരുടെ പരാതികൾ എന്തൊക്കെയാണെന്നുള്ളത് മുഖ്യമന്ത്രി കേൾക്കും. അതിനുശേഷം മറ്റന്നാൾ മന്ത്രിസഭാ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരുമ്പോൾ ഇക്കാര്യങ്ങൾ കൂടി മന്ത്രിസഭാ യോഗത്തിൽ അതിന്റെ ചർച്ചയ്ക്ക് പരിഗണനയ്ക്കായി എടുക്കും. ദുരന്തബാധിതർ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന കാര്യങ്ങൾ, അത് മുഖ്യമന്ത്രിയോട് പരാതിയായി അറിയിക്കുമ്പോൾ അവർക്ക് വേണ്ട നഷ്ടപരിഹാരത്തിലടക്കം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുക. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി നേരിട്ട് ഈ പ്രളയ ദുരിതബാധിത മേഖലകളിലേക്ക് ഇപ്പോൾ ഈ സന്ദർശനത്തിനായി എത്തുന്നത്. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് പത്തനംതിട്ട ജില്ലയിൽ എത്തുന്നത്. മറ്റൊന്ന്, ഈ പറയുന്ന പോലെ തന്നെ പ്രതിപക്ഷ ആരോപണം കടുത്തു നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 3 ദിവസമായി സംസ്ഥാനത്ത് വ്യാപകമായ രീതിയിൽ പല ജില്ലകളിലും മഴ ലഭിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി വെള്ളപ്പൊക്കവും ഒപ്പം തന്നെ ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിൽ മുഖ്യമന്ത്രി ഈ പറയുന്ന ദുരിതബാധിത സ്ഥലങ്ങളിലൊന്നും തന്നെ സന്ദർശനം നടത്തുന്നില്ല എന്നുള്ളൊരു ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പൊന്നാനിയിലുള്ളായിരുന്ന ആ ഒരു സൽക്കാര വിരുന്നിൽ പങ്കെടുത്തതടക്കം അത് ഉയർത്തിക്കാട്ടിക്കൊണ്ടടക്കം പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വിമർശനമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ താൻ ഈ ഉദ്യോഗസ്ഥരുമായിട്ടും അതായത് ജില്ലാ കളക്ടർമാരുമായിട്ടും ജില്ലകൾക്ക് ചുമതല നൽകിയിരിക്കുന്ന മന്ത്രിമാരുമായിട്ടും നേരിട്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ബന്ധപ്പെടുന്നുണ്ടെന്നും ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കും ഒപ്പം തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഏകോപിപ്പിക്കാനുള്ള നടപടികൾ താൻ സ്വീകരിക്കുന്നു എന്നെല്ലാം തന്നെ ഇന്ന് പത്രസമ്മേളനത്തിനിടെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എങ്കിലും നേരിട്ട് ഒരു സന്ദർശനം നടത്തുന്നില്ല എന്നുള്ളൊരു പരാതി നിലനിൽക്കെയാണ് നാളെ പത്തനംതിട്ട ജില്ലയിലേക്ക് എത്തുന്നത്. നാളെ ഏതായാലും ഉച്ചയ്ക്ക് 12 കൂടി എത്തും. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ജില്ലയിൽ ഒരുക്കുന്നുമുണ്ട്. ജില്ലയിൽ എത്തുന്ന മുഖ്യമന്ത്രി ഇവിടെയുള്ള ജനപ്രതിനിധികളുമായിട്ടും ചർച്ച നടത്തുന്നുണ്ട്. ജില്ലാ കളക്ടറുമായിട്ടും ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളുമായിട്ടും ഈ കൂടിക്കാഴ്ചയ്ക്കായി സമയം കണ്ടെത്തുന്നുണ്ട്. അവരുടെ കൂടി അഭിപ്രായങ്ങൾ കൂടി ശേഖരിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി അതിന്റെ പിന്നിലുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി പത്തനംതിട്ട ജില്ലയിലേക്ക് എത്തുന്നത് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനും അതിനൊരു നാളെ എന്തായാലും മുഖ്യമന്ത്രി 12 മണിയോടുകൂടി പത്തനംതിട്ടയിലെത്തും. റാന്നി ഉൾപ്പെടെയുള്ള മേഖലകൾ സന്ദർശിക്കും. വിവരങ്ങളാണ് ദേവൻ എം.പി. വിവരങ്ങൾ നൽകിയത്.